ഹലോ ഗായ്സ്, ഇതൊരു പുതിയൊരു വീഡിയോ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബിലൊരു വീഡിയോ എടുക്കുന്നത്. അതിൻ്റെതായ ചെറിയ ചെറിയ അപകടമൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് ഞങ്ങളോട് ക്ഷമിക്കുക. അപ്പോൾ രാവിലെ തന്നെ ഞാനെൻ്റെ കിച്ചൺ ഡ്യൂട്ടി തുടങ്ങിയിട്ടുണ്ട്. രാവിലെ ഞാൻ അടുക്കളയിലേക്ക് വന്നപ്പോൾ പാത്രങ്ങൾ കുന്നുകൂടി കിടക്കായിരുന്നു. നല്ല രീതിക്കാവുന്ന കഴുകിയെടുക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ വന്നു. അതിന് ചായ പറഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു. ചായ കുടിക്കുന്നത് എപ്പോഴെങ്കിലും ഒരിക്കലും ചോദിക്കുമോ, അതുകൊണ്ടാണ് ഞാൻ വേഗം എടുത്തു കൊടുത്തത്. കാരണം രാവിലെ തന്നെ കുട്ടികളുടെ വയറ് നിറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കേടുണ്ടാവും. അപ്പോൾ അവൻ ചായ കുടിക്കണ കുറച്ചേരം കിച്ചണിൽ പാത്രങ്ങൾ കഴുകിയെടുക്കുന്നുണ്ടായിരുന്നു. നിറഞ്ഞ കിടക്കുകയായിരുന്നു. നല്ല രീതിക്ക് ഒക്കെ വൃത്തിയാക്കുന്നുണ്ടായിരുന്നു. നല്ല രീതിക്ക് പാത്രങ്ങളും ഗ്ലാസുകളും ഒക്കെ നല്ല രീതിക്ക് കഴുകിയെടുത്തു. കഴുകുമ്പോൾ സിങ്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഞാനതൊക്കെ വേസ്റ്റ് ഞാനതൊക്കെ നല്ല രീതിക്ക് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ എടുത്ത് നല്ല രീതിക്ക് ഒന്ന് വെള്ളം പോകുന്നത് പോലെ ആക്കി. നിങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനെ സിങ്ക് ബ്ലോക്കാവും. ഈ വേസ്റ്റുകൾ ഇങ്ങനെ കുട്ടികൾ കഴിച്ചിട്ട് അവിടെ അതൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇടും. ഇങ്ങനെ കുട്ടികളല്ലേ, അവർക്ക് പറഞ്ഞറിയില്ലല്ലോ. അപ്പം നമ്മളും അതങ്ങനെ കറിയിക്കില്ല. പക്ഷെ ഇങ്ങനെ ഓരോ വറ്റുകളും ഇതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് പോകുമ്പോൾ അതങ്ങനെ ബ്ലോക്ക് ആയ പോലെ കിടക്കും. അപ്പോൾ ഞാനെന്താ പിന്നെന്താ കാട്ടിയത്, നല്ല രീതിക്ക് ഗ്യാസിൻ്റെ അവിടെയൊക്കെ നല്ല എണ്ണമഴുക്കും ചായ വെച്ചിട്ടൊക്കെ അങ്ങനെ അവിടെ ഒലിച്ചു പോയ പോലെയൊക്കെ നല്ല രീതിക്ക് ഒന്ന് ഉരച്ചെടുത്തതിന് ശേഷം ഒന്ന് നല്ല രീതിക്ക് തുടച്ചെടുത്തു. പിന്നെ ഈ എണ്ണ തെറിച്ച് കഴിച്ച് ചുമരിലൊക്കെ നല്ല രീതിക്ക് ഇങ്ങനെ സ്പോട്ടായിട്ട് ഇങ്ങനെ ഒട്ടിക്കിടക്കുന്നുണ്ടാവും. ഞാനതൊക്കെ നല്ല രീതിക്ക് ഒന്ന് തുടച്ചെടുത്തില്ലെങ്കിൽ മനസ്സിലേക്ക് ഒരു സമാധാനം ഉണ്ടല്ലോ. കാരണം കാണുമ്പോൾ തന്നെ ഒരു വൃത്തി ഉണ്ടാവില്ല. അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഞാൻ സിങ്കൊക്കെ നല്ല രീതിക്ക് അതായത് നല്ല രീതിക്ക് ഒന്ന് കഴുകി വിടാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇവിടെ പെട്ടെന്ന് അഴുക്കായി പെട്ടെന്ന് കാണും. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഇതാക്കിയില്ലെങ്കിൽ കുട്ടികളല്ലേ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ഇടും. ചിലപ്പോൾ അതിൽ നിന്ന് തന്നെ അവരെടുത്തിട്ട് ഇതാക്കാൻ വേണ്ടി പോകും. പിന്നെ അതൊക്കെ ഞാൻ നല്ല രീതിക്ക് കഴുകിയെടുത്തതിന് ശേഷം നിലത്ത് നിറച്ച് വെള്ളം പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല രീതിക്ക് വൈപ്പ് ചെയ്തെടുക്കും. ഈ വൈപ്പർ നല്ലൊരു ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഞാനിത് മീഷോന്ന് പർച്ചേസ് ചെയ്തതാണ്. വലിയ റേറ്റൊന്നുമില്ല, ഒരു 200 സംതിങ് തന്നെ വന്നിട്ടുള്ളൂ. പക്ഷെ നല്ല രീതിക്ക് ഉപകാരമാണ്. വെള്ളമുള്ള ഭാഗത്ത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വേറെ എവിടെയൊന്നും നമുക്ക് ഇതാക്കാൻ വേണ്ടി പറ്റില്ല. വെള്ളമുള്ള ഭാഗം നല്ല രീതിക്ക് വൈപ്പ് ചെയ്തെടുക്കാം. പിന്നെ വേസ്റ്റും ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് വൈപ്പ് ചെയ്തെടുത്തിട്ട് പിന്നെ കോരിക്കളയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഞാൻ എന്താ വേണ്ടതെന്നറിയോ, എന്തെങ്കിലും മോപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പിഴിഞ്ഞെടുക്കും ഒരു മുക്കിലേക്ക് കൂട്ടിയിട്ട്. ഈ കുട്ടികളുള്ള ഭാഗത്ത് നല്ലോണം വെള്ളത്തിന് അവരിങ്ങനെ വെള്ളം എടുത്ത് കളയും. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ആ വൈപ്പ് ചെയ്ത ഭാഗത്ത് എനിക്ക് തുടച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കേടാം. അപ്പോൾ ഞാൻ നല്ല രീതിക്ക് അതൊന്ന് തുടച്ചില്ലെങ്കിൽ ഒരു വൃത്തിയില്ലായ്മ തോന്നും. അങ്ങനെ കിച്ചണൊക്കെ നല്ല രീതിക്ക് തുടച്ചടിച്ച് വൃത്തിയാക്കിയതിന് ശേഷം ലാസ്റ്റ് നമ്മുടെ കിച്ചൻ്റെ അവസ്ഥ എങ്ങനെയാണ്. എനിക്ക് രാവിലെ തന്നെ ഫ്രഷായിട്ട് നമ്മുടെ കിച്ചൺ ഇങ്ങനെ ഒഴിഞ്ഞെടുക്കുന്നത് രാത്രി എപ്പോഴും പറ്റാറില്ല. കാരണം കുട്ടികളുള്ളത് കൊണ്ട് ഒക്കെ കൂടി എനിക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഇരുത്താണിത്. പണിയൊക്കെ കഴിഞ്ഞ്